ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ചിക്കൻ്റെ തന്നെ കിടിലനായിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ, ചിക്കൻ വരട്ടിയത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാറ്റിൻ്റെ കൂടി കഴിക്കാൻ പറ്റിയൊരു കിടിലൻ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ. നമുക്ക് ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും പൊറോട്ടയാണെങ്കിലും ഒക്കെ വീട്ടിൽ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചോറ് എങ്ങനെ പോകണം എന്നുള്ളത് അറിയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്, ഫുഡ് നമ്മൾ നന്നായിട്ട് കഴിക്കും ഇതുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു റെസിപ്പി അറിയണ്ടേ. അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചിക്കനിലോട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾ അരച്ചതുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് കുറച്ച് ചില്ലി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാനുള്ള മസാലകളാണ് കേട്ടോ ഇത് അവിടെ ഉള്ളത്. നമുക്ക് ആദ്യം വേണ്ടത് മല്ലിയാണ്, പച്ചമല്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് എടുത്തിട്ടുണ്ട്, വറമുളകാണ്. അതിന് ശേഷം ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പെരിഞ്ജീരകം കണ്ടില്ലേ, സോമ്പ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണ്ടത് നമുക്ക് ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് പൊടിയായിട്ട് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഇതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ അത് ചൂടായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായോ എന്ന് നോക്കാം. ചൂടായിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഐറ്റംസ് എല്ലാം ഇതിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, വറമുളക്, മല്ലി, സോമ്പ്, അതുപോലെ തന്നെ ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം വേണമെങ്കിൽ ഒന്ന് ലോ ആക്കി വെക്കാം കേട്ടോ, കരിഞ്ഞു പോവാതിരിക്കാനായിട്ട്. നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറിക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കറിക്കൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ. നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും സാധാരണ പൊടിയായിട്ടല്ലേ ഇടുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മല്ലിയൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വറമുളകിൻ്റെയും മല്ലിൻ്റെയും ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇനി ഇത് ആറിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്ത മല്ലിയും മുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. അത് 2 സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുക്കുക. അതിന് ശേഷം കുറച്ച് പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. അപ്പോൾ വറുത്ത ഐറ്റംസ് എല്ലാം ആറിയതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ലെവലിലായിട്ടുണ്ട്. നന്നായിട്ട് പൊടിയണമെന്നൊന്നും ഇല്ല കേട്ടോ, ഒരു വിധത്തിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ചിക്കനിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലായിടത്തും ഒന്ന് നന്നായി പിടിക്കുന്ന രീതിയിൽ ചിക്കനിലോട്ട് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിത് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലോട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിലായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ഐറ്റംസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വെക്കാനായിട്ട് ഒരു പാത്രം നമ്മളിതാ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച സവോള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഫ്രൈ ആയി വരട്ടെ. ഉള്ളി വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ലപോലെ മുരിഞ്ഞ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അത്ര പെട്ടെന്നൊന്നും അത് കരിയൊന്നുമില്ല. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുക. പിന്നെ നമുക്ക് എക്സ്ട്രാ ഉപ്പിടേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. തക്കാളിയൊക്കെ നന്നായി വെന്ത് വരട്ടെ. അതുവരെയ്ക്കും നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയും. നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മളിത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഈ ചിക്കൻ വരട്ടി വെക്കുന്നത്. നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങണം. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം. അതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചാൽ മതി. വെള്ളം ഒന്ന് നന്നായി ഇറങ്ങട്ടെ. അതുവരെയ്ക്കും ഇടയിലിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിള വരുമ്പോൾ തന്നെ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചിക്കൻ എടുത്തതിൻ്റെ മേലെ വരയ്ക്കും ഒരു വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇനി ഒരു വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിന് നന്നായിട്ട് നമ്മൾ വരട്ടിയെടുക്കണം. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതുവരെ നമ്മൾ
ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടച്ച് വെച്ച് വേവിച്ച ചിക്കൻ ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഏകദേശം ഹാഫ് ബോയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയിലൊന്ന് നമ്മളത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതാ ഈ ഒരു ടൈപ്പിലായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ വറുത്ത് പൊടിച്ചതിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ചിക്കൻ വരട്ടിയത്. ആയിട്ടില്ല, ഇനി ആവാനുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വെന്ത് പരുവം ആവണം. വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് അടച്ച് വെച്ചതൊന്ന് മാറ്റി നോക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത മല്ലിയില, പുതിനയില, കറിവേപ്പില എല്ലാം അതിൽ ചിക്കനിൽ നന്നായി പിടിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ വറുത്ത് പൊടിച്ചല്ലോ, അതിൻ്റെയും ഒരു മണം നല്ല രസമായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലേ സൂപ്പറാണ്, ടേസ്റ്റിയാണ്, വെറൈറ്റിയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കിത് ഈ ഒരു ചാറ് ഈ ഒരു പരുവത്തിൽ വേണമെന്നുള്ളവർക്ക്, ഇപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് നമുക്ക് ചാറ് ആവശ്യമുണ്ടല്ലോ. ചപ്പാത്തിയോ അല്ലെങ്കിൽ നമ്മൾ പുട്ടോ അങ്ങനെയൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ, ആപ്പം ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ചാറ് ആവശ്യം വരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം, കുഴപ്പമില്ല. നമുക്ക് ഇറക്കി വെക്കാം. അല്ല കുറച്ചുകൂടി വെന്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ലെവലിൽ വന്നിട്ട് അങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വരട്ടിയതെന്ന് പറയുമ്പോൾ ഒന്നുകൂടി വെള്ളമൊക്കെ വറ്റി ഒന്ന് റെഡി ആവണം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ചുകൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലൻ ചിക്കൻ വരട്ടിയത് ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ്. സൂപ്പർ വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, നമുക്ക് പുട്ട്, ആപ്പം, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലൻ ടേസ്റ്റി ചിക്കൻ വരട്ടിയത് ഇതാ അവിടെ തയ്യാറായിരിക്കുകയാണ് കേട്ടോ. നമ്മളിതിനെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.